ഹായ്, നമുക്കിന്ന് കുറച്ച് ഇരുമ്പൻ പുളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. തൊട്ടടുത്ത റൂമിലെ ചേച്ചി നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാനത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അച്ചാറിടാൻ വേണ്ടി റെഡിയാക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. പക്ഷേ ഇത് കുറേ മൂത്ത് പോയതാണ്. അതുകൊണ്ട് ഞാൻ ഉണക്കിയിട്ട് അച്ചാറിടാമെന്ന് ഓർത്ത് 4ആയിട്ടാണ് കേട്ടോ കീറിയിരിക്കുന്നത്. ഒത്തിരി കനം കുറച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാം കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുറത്തിൽ നിരത്തി വെക്കാം കേട്ടോ. ഇപ്പോഴത്തെ വെയിലാണ്, 2-3 വെയിൽ കൊണ്ടാൽ മതിയാവും. ഞാൻ ഉപ്പൊന്നും തിരുമ്മിയിട്ടില്ല. 3 ദിവസം വെയിൽ കൊണ്ടു കേട്ടോ. അപ്പോഴത്തേക്കും ഇതുപോലെ ആയിട്ടോ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയായി. നന്നായിട്ട് കുറേ നാളിരിക്കും ഉണങ്ങിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ച് നല്ലെണ്ണ എൻ്റെ അടുത്തുണ്ടായിരുന്നു, അത് ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ കുറച്ചുകൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലെണ്ണയ്ക്ക് ഇവിടെ ആവശ്യം കുറവാണ്. അച്ചാർ ഇടുമ്പോൾ അത് കുറേ നാളുണ്ടാവും ഇവിടെ. എപ്പോഴും എടുക്കുന്ന ഒരു സംഭവമല്ലല്ലോ അച്ചാർ. പിന്നെ പല നാട്ടിലും പല പേരുകളാണ് ഈ സാധനത്തിന് പറയുന്നത്. ഞങ്ങളുടെ ഇവിടെ നാട്ടിലേക്കൊക്കെ ഇരുമ്പൻ പുളി എന്നാണ് പറയുക. ചിലർ ചിരുമ്പിക്ക, അങ്ങനെ പല പേരുകൾ പറയും കേട്ടോ. ഓരോ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ പല പച്ചക്കറികൾക്കാണെങ്കിലും അങ്ങനെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ഇപ്പോൾ എണ്ണ ചൂടായി എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ കടുക് ഇട്ടേ കേട്ടോ. പക്ഷേ ഓയിലാവുമ്പം, ഈ നല്ലെണ്ണയാവുമ്പോൾ പെട്ടെന്ന് ചൂടാവില്ലല്ലോ. എന്തായാലും കടുക് ഇട്ട് പോയി. പിന്നെ ഞാൻ ഉലുവ പൊടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഉലുവ ഇട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഉലുവ ഇത്തിരി ഒരു 1/4 സ്പൂൺ ഉലുവ പൊടി ഇടുന്നത് നല്ലതാണ്. ഞാൻ അച്ചാർ പൊടിയൊന്നും ഇടുന്നില്ല. അപ്പോൾ ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഇവിടെ ചോറൊക്കെ പൊന്നുവിന് ചോറ് കൊടുത്തുവിടുമോ, അല്ലെങ്കിൽ കറി എന്നും ഇപ്പോൾ കറികളുണ്ടായെന്നൊന്നും വരില്ലല്ലോ. അപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ അച്ചാർ ഉപയോഗിക്കലുള്ളൂ. കടുകും ഉലുവയും പൊട്ടിയിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഇല്ലാതെ അച്ചാറിട്ട എന്താ. പിന്നെ കുറേ നാൾ കൂടിയാണ് കാന്താരി മുളക് കിട്ടുന്നത് കേട്ടോ. അപ്പം ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, ചെറിയൊരു പീസ് ഇഞ്ചി എടുത്താണ്, ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാന്താരി മുളക് വലിയതും ഉണ്ട് ചെറുതും ഉണ്ട്. ഞാനപ്പോൾ അതും കൂടി ഇതിനകത്തേക്ക് കൊടുത്തേക്കാമെന്ന് വെച്ചു. ഇടയ്ക്ക് കാന്താരി കടിക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് വഴണ്ട് വരട്ടെ. നമുക്ക് കറിവേപ്പില എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടോ. ഭയങ്കര ഓർമ്മശക്തി കൂടുതലുള്ള ആളാന്ന് പറഞ്ഞ് പൊന്നു കളിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മുത്ത് അവിടെ മുത്തിൻ്റെ തനതായ കരച്ചിലും ബഹളമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇപ്പോൾ കറിവേപ്പിലയൊക്കെ എവിടെന്നേലും തീരുമ്പം ആരെങ്കിലുമൊക്കെ അടുത്തുള്ളവരൊക്കെ കൊണ്ട് തരാറുണ്ട് കേട്ടോ. നമ്മളെന്നും പോകുന്നൊന്നും ഇല്ലല്ലോ. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിനകത്തേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. എല്ലാ അച്ചാറുകൾക്കൊന്നും ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. ഇതിന് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ ചെറുനാരങ്ങ അച്ചാറിടുമ്പോഴും ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ. പിന്നെ പിരിയമുളക് പൊടിയാണ്. പിരിയമുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. വേറെ വലിയ പണികളൊന്നുമില്ല, പെട്ടെന്നുള്ളൊരു അച്ചാറാണ്. പിന്നെ ഇരുമ്പൻ പുളിക്കൊരു കുത്തലുണ്ട്. നിങ്ങളവർക്ക് 2 കളർ മുളക് പൊടി എന്താണെന്ന്. ഞാൻ പിരിയമുളക് പൊടിയും ചേർക്കുന്നുണ്ട്, അല്ലാതെ എരിവുള്ള മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. കായത്തിൻ്റെ പൊടിയാണ്, നമ്മൾ കായം വറുത്ത് പൊടിച്ചെടുക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ഞാൻ കൊണ്ട് ടിന്നിനകത്തുനിന്ന് എടുത്താണ് കേട്ടോ. പൊടിയാകുമ്പോൾ കുറച്ച് നമ്മൾ മറ്റേ വറുത്ത് പൊടിക്കുന്ന കായത്തിനേക്കാൾ കുറച്ച് അധികം ചേർക്കണം. അപ്പോൾ ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം എന്താകുമെന്ന് നോക്കാം. മുത്തും പൊന്നും കൂടെ നല്ല ബഹളമാണ് കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളം, ഞാൻ പച്ചവെള്ളമല്ല ഒഴിക്കണേ, തിളപ്പിച്ചാറിയ വെള്ളമാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇനി ഇതിനകത്തേക്ക് ഉപ്പും വിനാഗിരിയും കൂടെ ചേർക്കാം. ഈ ഇരുമ്പൻ പുളി ഉണങ്ങുവാണെങ്കിൽ അതിനൊരു കുത്തൽ പോലെ ഉണ്ട് ഇരുമ്പൻ പുളിക്ക്. ആ കുത്തലും മാറും. പിന്നെ അച്ചാറിടുമ്പം ഞാൻ ചെറിയൊരു പീസ്, ചെറിയൊരു നെല്ലിക്ക വലിപ്പം അത്ര എടുക്കാറില്ല, ഒരു കുഞ്ഞ് ശർക്കരയുടെ കട്ടി ഇടുന്നുണ്ട് കേട്ടോ. കാരണം ആ കുത്തലും മാറും, നേരിയൊരു മധുരം തോന്നുകയും ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ അത് കഴിക്കുമ്പോൾ നമുക്കൊരു മട്ടിപ്പ് പോലെ തോന്നും. പക്ഷേ എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ മധുരം മുമ്പേ നിൽക്കില്ല. അപ്പോൾ അതൊന്ന് തിളച്ച് കഴിഞ്ഞു. വിനാഗിരി 2-3 സ്പൂൺ ചേർക്കുന്നുണ്ട്. ചെറിയ സ്പൂണാണ് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് 3 സ്പൂൺ ഒഴിക്കുന്നത്. അല്ലെങ്കിൽ ഈ പൊടിയുള്ളതിനകത്തേക്ക് കുറേ വിനാഗിരി ചേർക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കും.
2-3 സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഇരുമ്പുളി ആണെങ്കിലും ഉണക്ക് ഇത്തിരി അധികമായി പോയിട്ടോ. നമ്മൾ പാവയ്ക്കൊക്കെ വറുക്കാൻ വേണ്ടി കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന പോലെ ഇത്തിരി അധികമായിപ്പോയി. നല്ല വെയിലല്ലേ ഇപ്പോൾ. ഞാൻ ഉണങ്ങാതിരുന്നത് പായ്ക്കും വെയിലത്ത് പോയി നിന്നിട്ട്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും വെള്ളം ഒഴിച്ചത് ഗ്രേവിക്ക് വേണ്ടി ഇത്രയും ഒഴിച്ചത് വേറൊന്നുമല്ല, ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഈ വെള്ളം എല്ലാം കൂടെ ഇത്ര ഉണക്കായതുകൊണ്ട് ഇരുമ്പുളി വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഗ്രേവിയൊക്കെ കറക്റ്റ് ഇതിൽ നിൽക്കുകയുള്ളൂ. ഒത്തിരി വെള്ളം മുന്നിട്ട് നിൽക്കില്ല. അപ്പം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇതാണ് ഇന്നത്തെ അച്ചാർ. ഇനി ഇത് തണുപ്പായി കഴിയുമ്പം ചൂട് മാറി കഴിഞ്ഞിട്ട് നമുക്കിത് ചെറിയൊരു ചില്ലിൻ്റെ കുപ്പിയിലിട്ട് വയ്ക്കണം. അപ്പോഴാണ് ഏറെക്കാലം നിൽക്കുകയുള്ളൂ. അപ്പോൾ അച്ചാറായിട്ടുണ്ട്. നിങ്ങളിങ്ങനെയാണോ അച്ചാർ ഇടുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം തണുത്തു. ഞാനിത് ഒരു ഗ്ലാസിൻ്റെ ടിന്നിനകത്തേക്ക് ആക്കുവാണ് കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.